നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതരുത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു ക്ലാസ് മുറിയിൽ എത്ര കുട്ടികളാണ് പിന്നിലെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം. ആ കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകി മികവ് വർദ്ധിപ്പിക്കണം. എന്നാൽ അത്തരം കാര്യങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. SSLC പരീക്ഷയ്ക്ക് അടുത്ത വർഷം മുതൽ മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് വിയോജിച്ച ഭരണപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വർഷം മാറുന്ന പാഠപുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണ വേദിയിലായിരുന്നു വിമർശനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കോൺക്ലേവിൽ മൂല്യനിർണ്ണയ പരിഷ്കരണത്തെ KSTAയും SFAയും ശക്തമായി എതിർത്തിരുന്നു. പഠന മികവിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നടപടികളുമായി മുന്നോട്ടു പോകാൻ മന്ത്രിയോടും വകുപ്പിനോടും നിർദ്ദേശിച്ചു. അക്കാഡമിക രംഗത്ത് പുതിയ വിഷയങ്ങൾ അവതരിക്കപ്പെടുന്നത് കാണാതെ പോകരുതെന്നും സംഘടനകളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചർച്ച ഇപ്പോൾ മാധ്യമങ്ങളിൽ വരാനിടയായതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താനുള്ള ഘട്ടം ഇതുതന്നെയാണ്. അക്കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കാനുള്ള ചുമതലയും നമുക്കുണ്ട്. 2016 മുൻപ് പൊതുവിദ്യാലയങ്ങൾ തകർച്ച നേരിട്ടിരുന്നു. ഒരു കുട്ടി പോലും SSLC പരീക്ഷ പാസ്സാകാത്ത ഒട്ടേറെ സ്കൂളുകളുണ്ടായിരുന്നു. കേരളത്തിലെ പ്രബലമായ ഒരു അധ്യാപക സംഘടന പ്രശ്നം ഗൗരവമായി കാണുകയും സ്കൂളുകളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഇടപെടുകയും ചെയ്തു. നല്ല ഫലം സൃഷ്ടിക്കാനുമായി. എത്രയൊക്കെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയാലും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാലും വിദ്യാർത്ഥികളുടെ അഭിവൃദ്ധിയിൽ അധ്യാപകരുടെ പങ്ക് വലുതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.